ഈ അടുത്തിടയ്ക്കാണ് മോഹൻലാൽ ഒരു തമിഴ് ചിത്രത്തിൽ അതിഥി താരമായി എത്തി ശരിക്കും മലയാളി പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചത്. മോഹൻലാലിനെ ഇങ്ങനെ അവതരിപ്പിക്കണമെന്ന് അവർ ഒരേപോലെ തന്നെ പറയുകയും ചെയ്തു. ജയിലർ എന്ന രജനികാന്ത് ചിത്രത്തിൽ നെൽസൺ ദിലീപ് കുമാർ മോഹൻലാലിനെ അവതരിപ്പിച്ച രീതി അവർക്ക് നന്നേ ഇഷ്ടപ്പെടുകയും ഇങ്ങനെ ഒരു മോഹൻലാലിനെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ വലിയ ചർച്ചകൾ നടത്തുകയും ചെയ്തു. എന്തുകൊണ്ട് മലയാളി മേക്കേഴ്സ് മോഹൻലാലിനെ ഇതുപോലൊരു കഥാപാത്രത്തിൽ എത്തിക്കുന്നില്ല എന്നതാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ അതുപോലൊരു കഥാപാത്രം അല്ലെങ്കിലും ഗംഭീരമായ റോളിൽ പൃഥ്വിരാജ് മോഹൻലാലിനെ അവതരിപ്പിച്ചു. അത് ഇരുകൈ നീട്ടി സ്വീകരിച്ചു മലയാളി പ്രേക്ഷകർ. എന്നാൽ അതിലും സ്വാഗും എഫക്റ്റും ഉണ്ടായിരുന്നു നെൽസൺ ദിലീപ് കുമാർ അവതരിപ്പിച്ച മോഹൻലാൽ കഥാപാത്രത്തിന് എന്ന് പറയുമ്പോൾ ഒരു കേട്ടൗൺ ഡയറക്ടേഴ്സ് മലയാളത്തിലെ നായകന്മാരെ വെച്ച് സിനിമ എടുത്താൽ എങ്ങനെയിരിക്കും? ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ. മോഹൻലാലിനെ വെച്ച് തമിഴിലെ ഇനിയൊരു ഡയറക്ടർ സംവിധാനം ചെയ്താൽ അത് ഗംഭീരമായിരിക്കും എന്ന് പറയുന്ന പല പ്രേക്ഷകരും പല സമയത്തും എത്താറുണ്ട്. അങ്ങനെ നമ്മുടെ ചില നടന്മാരെ വെച്ച് തമിഴിലെ ഡയറക്ടേഴ്സ് ഒരു സിനിമ ഒരുക്കിയാലും സാധ്യതകൾ വിദൂരമല്ല. നെൽസൺ ദിലീപ് കുമാർ ഒക്കെ ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം പാർട്ടിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗിലാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. മോഹൻലാലിന്റെ റോളുകളൊക്കെ ഗംഭീരമായി ചിലപ്പോൾ ഇനിയും വന്നേക്കാനുള്ള സാധ്യത പറഞ്ഞു വെക്കാവുന്നതാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ, പൃഥ്വിരാജ്, നിവിൻ പോളി തുടങ്ങിയവർക്ക് കേട്ടൗണിലെ ചില ഡയറക്ടേഴ്സ് മൂവി ഒരുക്കിയാൽ എങ്ങനെയിരിക്കും? അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ കൗതുകമായി. ഇതിന് വലിയ ചർച്ചകൾ നടന്നു. പേട്ട എന്ന സിനിമ കാർത്തിക് സുബ്രാജ് ഒരുക്കിയപ്പോൾ ഒരു ഫാൻ ബോയ് ചിത്രം എന്ന രീതിയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. അങ്ങനെ ഫാൻ ബോയ് ചിത്രങ്ങൾ മലയാളത്തിലും പിറക്കണം. ആ ഫാൻ ബോയ് ചിത്രങ്ങൾ തന്നെ തമിഴിലെ പ്രമുഖ ഡയറക്ടേഴ്സ് മലയാളത്തിലെ വമ്പൻ താരങ്ങളെ വെച്ച് എടുത്താലോ എങ്ങനെയിരിക്കും? അതുപോലെ നോക്കുമ്പോൾ മോഹൻലാലിനെ വെച്ച് ലോകേഷ് കനകരാജ് ഒരു ചിത്രം ചെയ്യണമെന്നാണ് മലയാളി പ്രേക്ഷകർ പറയുന്നത്. ലോകേഷ് കനകരാജ് മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം ചെയ്താൽ അത് അതിഗംഭീരമായിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് പ്രേക്ഷകരെല്ലാം. എന്താണ്, നിങ്ങൾക്കും അങ്ങനെ തോന്നില്ലേ? അങ്ങനെ ഒരു ചിത്രം എത്തിയാലുള്ള ഒരു സംഭവം. എന്തായാലും ലോകേഷ് കനകരാജ് ഒരുക്കാൻ പോകുന്നത് രജനികാന്തിനെ വെച്ചൊരു സിനിമയാണ് അടുത്തത്. തമിഴ് സിനിമയിലെ ഏറ്റവും പവർഫുൾ നായകൻ അദ്ദേഹത്തിന്റെ സിനിമയിൽ എത്തുമ്പോൾ എങ്ങനെ അവതരിപ്പിക്കും എന്നതാണ് ഇനി കാണേണ്ടതും. കാരണം ലോകേഷ് ഒരുക്കിയ നായകന്മാരൊക്കെ ഗംഭീരമായി വർക്കൗട്ടായി കഴിഞ്ഞു. കമലഹാസനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നത് ഗംഭീര രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ രജനികാന്തിന് ഒരു പവർഫുൾ വേഷം എന്തായാലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ ഒരു ചിത്രം ഒരുക്കണം എന്നത്. ഏറ്റവും അടുത്തിടെ മമ്മൂട്ടിയെ വലിയ സ്വാഗിൽ കണ്ടത് അമൽ നീരദൊരുക്കിയ ഭീഷ്മപർവം എന്ന ചിത്രത്തിലാണ്. അതിലും സ്വാഗുള്ള ഒരു കഥാപാത്രത്തെ നെൽസൺ ദിലീപ് കുമാറിന് മമ്മൂട്ടിക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. കാരണം മോഹൻലാലിനെ അവതരിപ്പിച്ച രീതിയൊക്കെ ജയിലറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു നെൽസൺ ദിലീപ് കുമാർ മമ്മൂട്ടി ചിത്രം അത് ഗംഭീരമായിരിക്കും. പിന്നുള്ളത് ദുൽഖർ സൽമാനാണ്. പരീക്ഷണങ്ങളോട് വലിയ രീതിയിൽ അടുപ്പം കാണിക്കാത്ത ദുൽഖർ സൽമാൻ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്യണമെന്ന് അവർ പറയുന്നു. അങ്ങനെ പരീക്ഷണം ചെയ്ത് ഗംഭീര സിനിമകൾ നൽകാൻ കഴിയുന്ന കെ ടൗണിലെ ഒരു ഡയറക്ടറാണ് കാർത്തിക് സുബ്രാജ്. കാർത്തിക് സുബ്രാജും ദുൽഖർ സൽമാനും ഒന്നിക്കണം എന്നതാണ് മലയാളി പ്രേക്ഷകർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഗംഭീര സിനിമ ഞങ്ങൾക്ക് ദുൽഖറിൽ നിന്നും ലഭിക്കും എന്നത് അവർ പറയുന്നു. പക്ഷേ അത് ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാർത്തിക് സുബ്രാജും ദുൽഖറും ഒക്കെ ഒന്നിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ദുൽഖർ തമിഴകത്തെയും ഒരു സൂപ്പർ നായകൻ തന്നെയാണല്ലോ. അപ്പോഴൊരു ചിത്രം സംഭവിച്ചേക്കാം, അത് വിദൂരമല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അങ്ങനെയും ഒരു ആഗ്രഹം മലയാളി പ്രേക്ഷകർ പറയുന്നുണ്ട്. പിന്നുള്ളത് പൃഥ്വിരാജിനെ ഡയറക്ട് ചെയ്യാൻ വെട്രിമാരൻ എത്തണം എന്നതാണ്. വെട്രിമാരൻ ഒരു ഗംഭീര മേക്കറാണ്. വ്യത്യസ്തമായ സിനിമകൾ തന്ന് നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുള്ള വെട്രിമാരൻ പൃഥ്വിരാജുമായി ഒന്നിക്കുമ്പോൾ ഒരു ഗംഭീര സിനിമ തന്നെ പിറക്കും എന്നത് ഉറപ്പിക്കാം. സിനിമയ്ക്ക് വേണ്ടി ഏതറ്റവും വരെ ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ് പൃഥ്വിരാജ്. ആടുജീവിതം പോലൊരു സിനിമ ഗംഭീരമായ രീതിയിൽ അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതുപോലുള്ള ഒരു താരം വെട്രിമാരൻ ലഭിച്ചാൽ ഒരു ഗംഭീര സിനിമ തന്നെ പിറക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലുള്ള സിനിമകളാണല്ലോ വെട്രിമാരനും ഒരുക്കുന്നത്. അങ്ങനെ ഒരു സിനിമ സംഭവിക്കണം എന്ന് മോളിവുഡ് പ്രേക്ഷകർ പറയുകയാണ്. അതുപോലെ തന്നെയാണ് നിവിൻ പോളി. ഏത് പരീക്ഷണങ്ങൾക്കും തയ്യാറാകുന്ന നിവിൻ പോളി ഇപ്പോൾ തമിഴകത്ത് റാം സംവിധാനം ചെയ്യുന്ന ഒരു ഗംഭീര ചിത്രത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഫെസ്റ്റിവൽ നിശകളിൽ ആ ചിത്രം ഗംഭീരമായി സ്വീകരിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനൊക്കെ വേണ്ടി നിവിൻ പോളി പോയിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് കെ ടൗണിലെ മാരി സെൽവരാജ് നിവിൻ പോളിയെ വെച്ച് സിനിമ ഒരുക്കണം എന്ന് അവർ പറയുന്നത്. അങ്ങനെ ഒരു സിനിമ സംഭവിച്ചാൽ അതിഗംഭീരമായിരിക്കും. അടുത്തിടെ മാമനൻ എന്ന സിനിമയിലൂടെയൊക്കെ മാരി സെൽവരാജ് നമ്മളെ ഞെട്ടിപ്പിച്ചിരുന്നു. ഫഹദ് ഫാസിലിനൊക്കെ ഗംഭീര റോളാണ് മാരി സെൽവരാജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിവിൻ പോളിയുമായി ഒന്നിക്കുമ്പോൾ നിവിൻ പോളിക്ക് കരിയറിലെ ഏറ്റവും ബെസ്റ്റ് റോള് തന്നെ കിട്ടും. അങ്ങനെ ഒരു ചിത്രം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് മലയാളി പ്രേക്ഷകർ പറയുകയാണ്. അവരുടെ ലിസ്റ്റിലുള്ള നായകന്മാരും സംവിധായകരും ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇതുപോലെ ചില നടന്മാരും ചില ഗംഭീര സംവിധായകരും ഒരുമിച്ചാൽ ലഭിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മമ്മൂട്ടിക്കും മോഹൻലാലിനും ഏതൊക്കെ സംവിധായകർ ഏതൊക്കെ സ്ഥലത്തു നിന്നും എത്തിയാൽ ഗംഭീര സിനിമകൾ പിറക്കും? നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം.